അടുത്ത ദിവസം അതിരാവിലെ തന്നെ ജയകൃഷ്ണൻ കണ്ണൂട്ടുകരയിലേക്ക് തിരിച്ചു. സന്ധ്യയോടെ ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി. ഇതിനിടെ ചെമ്പകശ്ശേരിയിൽ മക്കൾ 3 പേരുടെയും വിവാഹത്തിനുള്ള നാൾപ്പൊരുത്തവും വിവാഹമുഹൂർത്തവും തീയതിയും നോക്കാൻ നമ്പ്യാരും ഭഗീരഥിയും തീരുമാനിക്കുകയും അതിനുവേണ്ട കാര്യങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നുമറിയാതെ ചെമ്പകശ്ശേരിയിലെത്തുന്ന ജയകൃഷ്ണനോട് ഭഗീരഥി കാര്യങ്ങളെല്ലാം പറയുന്നു. ഭഗീരഥി പറഞ്ഞ കാര്യം കേട്ട് അല്പനേരം നിശബ്ദനായി നിന്ന ജയകൃഷ്ണൻ തുടർന്ന് അമ്മ ഭഗീരഥിയോട് തനിക്കിപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് പറയുന്നു. ജയകൃഷ്ണന്റെ ആ മറുപടി കേട്ട നമ്പ്യാരും ഭഗീരഥിയും ഒപ്പം മറ്റെല്ലാവരും ഒന്ന് ഞെട്ടി. അവൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന അർത്ഥത്തിൽ അവർ എല്ലാവരും പരസ്പരം മുഖാമുഖം നോക്കിപ്പോകുന്നു. തുടർന്ന് ജയകൃഷ്ണനോട് അവൻ എന്താണ് ഈ പറഞ്ഞതെന്നുള്ള വല്ല ബോധവുമുണ്ടോ എന്ന് ഭഗീരഥി ചോദിക്കുന്നു. ഒപ്പം ഇപ്പോൾ ഈ വിവാഹം വേണ്ട എന്ന് വയ്ക്കാനുള്ള കാരണം അതെന്താണെന്നും. എന്നാൽ അവരുടെ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ നിൽക്കാതെ ജയകൃഷ്ണൻ മുകളിൽ തൻ്റെ മുറിയിലേക്ക് നടന്നു. തങ്ങളുടെ ചോദ്യം കേട്ടിട്ട് അതിന് മറുപടിയൊന്നും പറയാതെയുള്ള ജയകൃഷ്ണന്റെ ആ ഒഴിഞ്ഞുപോക്ക് കണ്ട ഭഗീരഥി അവനെ അങ്ങനെയങ്ങ് വിടാൻ തീരുമാനിച്ചിരുന്നില്ല. അതുകൊണ്ടുതന്നെ അവർ ജയകൃഷ്ണന്റെ പിന്നാലെ അവൻ്റെ മുറിയിലെത്തി. ശേഷം അവർ ആദ്യം അവനോട് ചോദിച്ചത് വിവാഹത്തെക്കുറിച്ച് ആയിരുന്നില്ല, മറിച്ച് ഈ കഴിഞ്ഞ 4 ദിവസം അവൻ എവിടെയായിരുന്നു എന്നതാണ്. എന്നാൽ അതിനും ജയകൃഷ്ണൻ മറുപടിയൊന്നും പറയാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഭഗീരഥിയാകട്ടെ മകനെ അങ്ങനെ അങ്ങ് വിടാൻ തീരുമാനിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റത്തിൽ നിന്നും തൻ്റെ മകൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നും മനസ്സിലാക്കുന്നു. അതോടെ അവർ തൻ്റെ മനസ്സിലെ ആ സംശയം ശരിതന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഒപ്പം അങ്ങനെ അത് സത്യമാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ആ കാര്യം അതെന്താണെന്നറിയുന്നതിനും വേണ്ടി തൻ്റെ തീരുമാനം ഒന്നുകൂടി കടുപ്പിക്കുന്നു. തുടർന്ന് അവർ ജയകൃഷ്ണനോട് വീണ്ടും പറഞ്ഞു തുടങ്ങി. നമ്മുടെ ഈ തറവാടിന് ചേർന്നൊരു ബന്ധം, ലക്ഷങ്ങളല്ല കോടികൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിലെ ഒരേയൊരു പെൺകുട്ടി, അതും ഒരു ഡോക്ടർ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെയും ആ ബന്ധത്തെയുമാണ് നീ നിസ്സാരമായി കണ്ട് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. നിനക്കിത് എന്താണ് ജയ പറ്റിയത്? അപ്പോഴും ജയകൃഷ്ണൻ മറുപടിയൊന്നും പറയാതെ നിശബ്ദനായി നിന്നു. എന്നാൽ ഭഗീരഥി തുടർന്നു. മക്കളുടെ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് ഇങ്ങനെയൊരു ബന്ധം വേണ്ടാന്ന് വെക്കാൻ കഴിയുമോ? ഇത് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ? അതുകൊണ്ട് ഈ ആലോചനയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അതല്ല എങ്കിൽ നീ ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് നീ പറയണം. ഭഗീരഥി ഒരുതരം വാശിയോടെ നിന്നു. ദേവൂട്ടിയെ വിട്ട് കൃഷ്ണപുരത്തു നിന്നും ചെമ്പകശ്ശേരിയിലേക്ക് തിരിച്ചെത്തിയ നിമിഷം മുതൽ ജയകൃഷ്ണൻ മാനസികമായി വല്ലാതെ തകർന്നിരുന്നു. അതുകൊണ്ടുതന്നെ തീർത്തും അസ്വസ്ഥനുമായിരുന്നു അവൻ. അങ്ങനെ അസ്വസ്ഥമായ മനസ്സുമായി നിൽക്കുന്ന തനിക്കു മുന്നിൽ വന്നു നിന്ന് അമ്മ ഭഗീരഥിയുടെ ഉപദേശവും ഇടയ്ക്കുള്ള ചോദ്യം ചെയ്യലുമെല്ലാം കേട്ട് ദേഷ്യവും അതിലുപരി വിഷമവുമാണ് ജയകൃഷ്ണനുണ്ടായത്. അതിൻ്റെ ഭാഗമായി തെല്ലമർഷത്തോടെ അവൻ അമ്മ ഭഗീരഥിയോട് ദേ അമ്മേ, ഒന്ന് പൊയ്ക്കേ, എനിക്ക് ഈ വിവാഹം വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. പിന്നെ അതിൻ്റെ കാരണം അത് ഞാൻ നാളെ പറയാം. ഇപ്പോൾ എനിക്ക് ഇത്തിരി സമാധാനം താ എന്ന് പറഞ്ഞുകൊണ്ട് കതക് വലിച്ചടച്ച് കുറ്റിയിട്ടു. അതോടെ ഭഗീരഥി അവിടെ നിന്നും താഴേക്ക് പോന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ പോലും ജയകൃഷ്ണൻ ആ മുറിയിൽ നിന്നും താഴേക്ക് വന്നിരുന്നില്ല. തൻ്റെ മുറിയിൽ അങ്ങനെ കിടക്കുന്ന ജയകൃഷ്ണന്റെ മനസ്സിൽ നിറയെ ദേവൂട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അവളുമായിട്ടുള്ള വഴക്കും പിണക്കവും എല്ലാം ഓർത്ത് അങ്ങനെ കിടന്നു. ഒപ്പം സംസാരിക്കാൻ കഴിയില്ല എങ്കിലും താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ മുഖത്ത് മിന്നിമറയുന്ന ഭാവമാറ്റങ്ങൾ, ഇടയ്ക്ക് ദേഷ്യം വരുമ്പോഴും നാണം വരുമ്പോഴും ആ മുഖം ചുവന്നു തുടുക്കുന്നതും, അങ്ങനെ എല്ലാമെല്ലാം അവൻ ഓർത്തു. ഇപ്പോൾ ജയകൃഷ്ണന്റെ മനസ്സ് നിറയെ ദേവൂട്ടി എന്ന മോഹം മാത്രമായിരുന്നു. അവൾ ചിരിക്കുമ്പോഴും പിണങ്ങുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും ഒക്കെയുള്ള ആ മുഖഭാവങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ആ രാത്രി തൻ്റെ എല്ലാമെല്ലാമായ ദേവൂട്ടി എന്ന ഓമക്കുട്ടിയുടെ ഓർമ്മകളുമായി കിടന്ന് വളരെ വൈകിയാണ് ജയകൃഷ്ണൻ ഉറങ്ങിയത്. ഈ സമയം മറുവശത്തെ ദേവൂട്ടിയുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയായിരുന്നു. തന്നെ വാശി പിടിപ്പിക്കാൻ വേണ്ടി അവൻ കാട്ടിക്കൂട്ടാറുള്ള കാര്യങ്ങളും, ശേഷം കളിയാക്കിയുള്ള ആ പുഞ്ചിരിയും, പിന്നെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്ന തന്നോടുള്ള പ്രണയത്തിൻ്റെ തീവ്രതയുമൊക്കെ
ഓർത്തുകൊണ്ട് അവളും അങ്ങനെ കിടന്നു. രാത്രി വളരെ വൈകിയാണ് ഉറങ്ങിയത്. ഒരു 10 ദിവസം പോലും ആയില്ല അവർ തമ്മിൽ കണ്ടിട്ടും ഇഷ്ടപ്പെട്ടിട്ടും പരസ്പരം ഹൃദയങ്ങൾ പങ്കുവച്ചിട്ടും. എന്നാൽ അവരുടെ മനസ്സിലെ കാലങ്ങളായി പ്രണയിക്കുന്നവരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരുതരം വികാര നിർഭലമായ പ്രണയമായിരുന്നു. മാത്രമല്ല അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്ര കണ്ട് അടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ ജീവിതത്തിൽ ഇരുവർക്കും തമ്മിൽ പിരിയാൻ കഴിയാത്തത്ര സ്നേഹമായിരുന്നു ആ മനസ്സുകളിൽ ഉണ്ടായിരുന്നത്.